അനിമോള് ജിഷിൻ നെവിൻ എല്ലാവരും കൂടി ടോയ്ലറ്റ് ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ജിസയിൽ കുളിക്കാൻ വന്നിട്ട് ഷാനവാസിൻ്റെ ഡോറിൽ വന്ന് കൊട്ടുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സമയം എടുക്കും, 2 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എടുക്കും, എനിക്ക് വെറും 2 മിനിറ്റ് മതിയെന്ന് ജിസയിൽ പറയുന്നുണ്ട്. നെവിൻ അപ്പോൾ സൈഡിലിരുന്ന് പറയുന്നുണ്ട്, എൻ്റെ സുശീലേ, നീ എന്ത് കുളിയാ കുളിക്കണേ, 2 മിനിറ്റ് കൊണ്ട് നീ അന്നേരം എന്ത് കുളിക്കുന്നെന്നാണ് പറയുന്നത് ആലപ്പുഴ സുശീലേ. തലവഴി വെള്ളം മാത്രമേ ഒഴിക്കാറുള്ളൂ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. അപ്പം ജിസേലി പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കുളിച്ചങ്ങ് മാറും, എനിക്ക് 2 മിനിറ്റ് മതിയെന്ന് പറയുന്നുണ്ട്. ഷാനവാസ് ഇറങ്ങാൻ താമസിക്കും തോറും ജിസേലി എന്നിട്ട് ഷാനവാസിൻ്റെ ഡോറിൽ മുട്ടിയിട്ട് ബഹളം ഉണ്ടാക്കിയാണ്. പെട്ടെന്ന് തുറക്കൂ ഷാനവാസ്, എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാനവിടെ വെള്ളം നിറച്ച് വെച്ചിരിക്കുമല്ലേ എന്ന് പറയുന്നുണ്ട് ജിസേലി. നെവിനും അനുമോളും അപ്പോഴേക്കും ജിസേലിനെ കൊണ്ട് കുറച്ച് കോമഡി ആക്ടിങ് ചെയ്യിക്കുകയാണ്. ക്യാമറയെ നോക്കി ബിഗ് ബോസിനോട് പറയാനായിട്ട് ഓരോ ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ കൊച്ചു മുതലാളിന്ന് വിളിച്ചിട്ട് പറയൂ, 2 കവർ പാല് തരൂ, കുറച്ച് കോഫി പൗഡർ തരൂ. നെവിനും അനുമോളും പറയുന്ന കണക്ക് തന്നെ ജിസേൽ കാണിക്കുന്നുണ്ട്. ജിസേലിൻ്റെ മലയാളം കുറച്ച് രസമുള്ളതല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കര ചിരിയാണ് അവിടെ. സുശീലെന്ന് വിളിച്ചിട്ട് നെവിൻ ഓരോ ഡയലോഗുകൾ പറയാണ്. സുശീല മോളുടെ ചാട്ടം എങ്ങോട്ടൊക്കെയാണെന്ന് എനിക്ക് അറിയാം, നിൻ്റെ ചാട്ടം ഇച്ചിരി കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ചാട്ടം എങ്ങോട്ടത്തേക്കാണെന്ന് എനിക്ക് മനസ്സിലായി സുശീല എന്ന് പറഞ്ഞിട്ട് ജിസേലിനെ കളിയാക്കിയാണ് നെവിൻ. അപ്പോൾ ജിസേലൊന്ന് ചാടി കാണിക്കുന്നുണ്ട്. ഉടനെ നെവിൻ പറയാണ്, നീ ചാട്ടം എന്നല്ല പറഞ്ഞു, ഇതിനെ ആട്ടം എന്നാണ് പറഞ്ഞത്, അഴിഞ്ഞാട്ടം എന്നാണ് പറയുന്നത് സുശീലേ. ആ രംഗമൊക്കെ ഭയങ്കര രസകരമായ രംഗമാണ്, ചിരിച്ച് നമ്മൾ കുഴയും. നിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മി ആ വഴി വരുന്നത്. ഉടനെ നെവിൻ ലക്ഷ്മി നോക്കി പറയുന്നേ, അതിന് ചാട്ടവും ഇല്ല ആട്ടവും ഇല്ല. അപ്പം ജിസേൽ പറയുക, അത് റിട്ടയർഡായിപ്പോയി. അപ്പം നെവിൻ ഉടനെ പറയുകയാണ്, അതെ, അത് റിട്ടയർഡായിപ്പോയി, അതിൻ്റെ ചാട്ടമെല്ലാം അവസാനിച്ചു. അപ്പോഴേക്കും അനുമോളും ജിഷിനെയൊക്കെ ഭയങ്കര ചിരിയാണ് ലൈവിൽ. നെവിൻ ജിസേലിനെ കൊണ്ട് പറയുകയാണ്, എൻ്റെ വലിയ മുതലാളി, എനിക്ക് 2 കവർ പാല് തരൂ, ചായ ഇട്ട് കുടിക്കാനാണ്, കുറച്ച് കോഫി പൗഡറും കൂടി തരൂ വലിയ മുതലാളി എന്ന് പറയുന്നത്. അപ്പം ജിസേൽ പറയണേ, എൻ്റെ വലിയ മുതലാളി, എനിക്ക് കുറച്ച് പാല് തരൂ. പാലോ, എന്തിനാണെന്ന് ജിസേൽ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട്, ചായ ഇട്ട് കുടിക്കാൻ പാല് വേണമെന്ന് പറ. അപ്പോൾ പറയുന്ന, ചായ ഇട്ട് കുടിക്കാൻ ഞങ്ങൾക്ക് 2 കവർ പാല് തരൂ, കോഫി പൗഡർ തരുമെന്ന് കറക്റ്റായിട്ട് അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ജിസേൽ. അതിനിടയിൽ ജിസേൽ വലിയ മുതലാളി എന്ന് പറഞ്ഞ ആ ഒരു വേർഡ്, മുതലാളി എന്നുള്ളത് ആ വേർഡ് തെറ്റായിപ്പോയി, എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ അത് ഭയങ്കര ഹിറ്റായിപ്പോയി, എല്ലാവരുടെ ഭയങ്കര ചിരിയെ. എന്നിട്ട് അഭിലാഷ് അതിലേ വന്നിട്ട് പറയുന്നുണ്ട്, അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊറ, അവൾ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തോന്ന് അവൾ അറിയട്ടടാ, അവളോട് പറഞ്ഞു കൊറ എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് പാല് തന്നില്ലെങ്കിൽ ചെമ്മീൻ പോലെ ചാടി ഞാൻ നിങ്ങളിലേക്ക് വരുമെന്ന് പറയുന്നു. അപ്പം ജിസേൽ ചെമ്മീൻ പോലെ ചാടുന്നത് ആക്ട് ചെയ്തപ്പം നിവിൻ പറയുകയാണ്, ഇത് ചെമ്മീനല്ല, ഇത് കുതിരയായി പോയെന്ന്. നല്ല രസമാണ് അവരെ ആ ഒരു രംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 15-20 മിനിറ്റോളം ഇവർ സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ നിവിൻ ആക്റ്റീവാണ്. നിവിൻ്റെ ആ ഒരു ഡയലോഗുകൾ കേട്ടിരുന്ന് കഴിഞ്ഞാൽ ആരായാലും ചിരിക്കും, അതുപോലുള്ള ഡയലോഗാണ്. ആ സന്ദർഭത്തിനനുസരിച്ച് നിവിൻ എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടും, അത്ര രസകരമാണ്. അതിനൊത്ത് ജിസേലിൻ്റെ മലയാളം ആണെങ്കിൽ അത്ര ക്ലിയർ അല്ല, അതാണ് ഏറ്റവും നമുക്ക് ചിരിക്കാനുള്ളൊരു കാര്യം. പറയുന്ന വേർഡുകൾ കറക്റ്റ് അല്ലല്ലോ. അനുമോളും ജിഷിനും ഒക്കെ ചിരിച്ച് കുഴഞ്ഞ്.